മോഷ്ടാക്കളിൽ നിന്ന് നമ്മൾ ഇന്ന് വരെയും പിടിച്ചിട്ടുള്ളത് പരാജിതനായ കള്ളനെയാണ്. പരാജിതനായ കള്ളനെ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അല്ലാത്തവനെ പിടിക്കാനൊക്കില്ല. അല്ലാത്തവനെ പിടിക്കാനൊക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായി. അത് മതത്തിൻ്റെ പേരിലൊന്നും അല്ല പറയുന്നത്, നമ്മുടെ മദർ തെരേസയെ കുറിച്ചാണ്. അപ്പം മദർ തെരേസയ്ക്ക് ഒരു വലിയ ഒരു ബിസിനസ്സുകാരൻ അനേകം കോടിയുടെ ഡോളർ അവർക്ക് കൊടുത്തു. കോടികളാണ് കൊടുത്തത്. അപ്പോൾ അത് വാങ്ങി ഇദ്ദേഹം ഭയങ്കരമായ ഒരു പണാപകരണം നടത്തി പലരിൽ നിന്ന് തട്ടിപ്പ് നടത്തി കോടികൾ സമ്പാദിച്ചവനാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ മദർ തെരേസ ആ ജഡ്ജിക്കൊരു കത്തയച്ചു. ഇദ്ദേഹത്തോട് കുറച്ചൊരു ഇളവ് കാണിക്കണം. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് ജനസേവനം ചെയ്യുന്ന ആളാണ്. അപ്പം ജഡ്ജി പക്ഷേ അമേരിക്കക്കാരൻ അദ്ദേഹം മറുപടി അയച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു കേസല്ല, അനേകം പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പണമാണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലാതെ ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല. അല്ല, മദർ തെരേസയ്ക്കല്ല, ഈ മദർ തെരേസയ്ക്ക് സംഭാവന ചെയ്ത ആളിന് അവകാശപ്പെട്ടതല്ല. അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളിന് 1000 രൂപ കക്കും, 10 രൂപ ദൈവത്തിന് കൊടുക്കും. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ഒരു കഥ അറിയാമല്ലോ. ഈ ഇന്നസെൻറ്റ് ഗുരുവായൂരിൽ ഒരുവൻ ചെന്നിട്ട് ഒരു നേർച്ച പറഞ്ഞു. അപ്പോൾ സിനിമ എടുക്കുമ്പോഴാണ് അത് വമ്പിച്ച വിജയമായി. അപ്പോൾ പറഞ്ഞ് അടുത്ത തവണ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ തരാം, ഇത്തവണ എന്തായാലും കിട്ടിയതെൻ്റെ ഇരിക്കട്ടെ, അടുത്ത സിനിമ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ തരാം. അതേപോലെ ഒരു ക്രിസ്ത്യാനി ഒരു പള്ളിയിൽ നേർച്ച ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഇന്ന് ഒറ്റാലിൽ വീഴുന്ന ഏറ്റവും വലിയ മീൻ എന്തായാലും പുണ്യാളിന് ഞാൻ വയ്ക്കും. അപ്പോഴത്തേക്കും അയാൾക്ക് വലിയ ഒരു മീൻ കിട്ടി, ഒരു വരാല്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കക്ഷി പറഞ്ഞു, ഇതിപ്പോൾ വളരെ വലുതല്ലേ, ഇതെനിക്കിരിക്കട്ടെ, അടുത്തത് ഞാൻ തരാം. പക്ഷെ സംഭവം അവിടെ നിന്നില്ല. ഉറ്റാലിൽ കിടന്നത് ചാടി അങ്ങ് പോയി വെളിയിലോട്ട്, അത് കായലായി. അപ്പം അത് പോവുകയും ചെയ്ത് അടുത്തതിൽ കിട്ടിയതുമില്ല. ഇതും രണ്ടുമുണ്ട്. ഇപ്പം ഞങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ പോകുന്നു, ഗുരുവായൂരപ്പനെ കുറിച്ചും ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ വർണ്ണനകളും നമുക്ക് കേൾക്കാൻ സുഖകരമായ വിവരങ്ങളുമുണ്ട്. കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും എല്ലാവർക്കും അവിടെ ആശ്രയമാണെന്ന് പറയുന്നു, ശരിയുമാണിരിക്കാം. പക്ഷേ സമ്പത്തില്ലാത്ത ഒരിടം, അവിടെ എത്ര പേര് പോകും? ഒരു വിധത്തിൽ പോലും ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല. ഇനി എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം. ചില ക്ഷേത്രങ്ങളിൽ, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇത്രയേറെ തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നത് പോലെയല്ല, അവരുടെ യഥാർത്ഥത്തിൽ മൂലകുടുംബ ക്ഷേത്രവും എന്ന് പറഞ്ഞാൽ കിളിമാനൂരാണ്. അവർക്കും ഒരു അവകാശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറയാമെന്നേ ഉള്ളൂ. പക്ഷെ അവരതിനെ കൂടുതൽ എടുത്തു. ഇതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. മറുഭാഗം എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള തുല്യ അവകാശം റീജന്റ് മഹാറാണിയുടെ സന്തതി പരമ്പരകൾക്കും പറയുകയാണെങ്കിലുണ്ട്. പക്ഷെ അവരാരും അവിടെ വരാറില്ല. അന്ന് രണ്ടുപേരെയും ഒരേ ദിവസമാണ് ദത്തെടുക്കുന്നത്. രണ്ടുപേരും കിളിമാനൂർ പിന്നെ രാജരവിവർമ്മയുടെ 2 പെൺമക്കളുടെ മക്കളാണ്. അവർ ഫസ്റ്റ് കസിൻസാണ്. എന്നിട്ടാണ് യുദ്ധം മുഴുവൻ. പിന്നെ ഈ സമ്പത്ത് പോകുമ്പോൾ നിങ്ങൾ അതിനെതിരായിട്ട് കൊടുക്കുന്ന കംപ്ലൈൻറ്റ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കംപ്ലൈൻറ്റിൽ പോലീസ് ഓഫീസേഴ്സ് അത് കണ്ടെത്തി, ഇന്ന തരത്തിലുള്ള വീഴ്ചകളുണ്ട്, അതിനെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിനോട് പറഞ്ഞു. അന്നിരുന്ന സിറ്റി കമ്മീഷണർ അതിന് വേണ്ട നടപടികളെടുത്തു. പക്ഷേ അതെങ്ങനെയോ എങ്ങും എത്താതെ നിൽക്കുകയാണ്. അല്ല, എങ്ങും എത്താതെ നിൽക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്വേഷണത്തിനിടയിൽ എന്തോ സംഭവിച്ചു എന്നാണ്. നമുക്കറിയില്ല. ഈ പ്രധാനപ്പെട്ട മോഷണങ്ങൾ നടത്തുമ്പോൾ അപ്രധാന മോഷണങ്ങൾ പോകുമെന്നുള്ളതായിരിക്കാം. ഇതിപ്പോൾ കോടികളല്ലേ ഉള്ളൂ, അതിനേക്കാൾ വലിയ കോടികൾ ചിലപ്പോൾ കാണുമായിരിക്കും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വസ്തുതകൾ പറയാൻ അപൂർവം പേരെ ധൈര്യപ്പെടുത്തുന്നു. പകരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ
ചേർത്ത് വായിക്കാൻ കുറേ കഥകളുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കാണിച്ച ഒരു കാര്യം, എന്തായിരിക്കണം വസ്ത്രധാരണം, ചുരിദാറിൻ്റെ പുറത്ത് മുണ്ട് ഉടുക്കണം എന്നുള്ള ഇവിടെ തന്ത്രിയുടെ തീരുമാനം ഹൈക്കോടതി ഇപ്പോൾ ശരിവെച്ചിരിക്കുകയല്ലേ. ചിലർ പറഞ്ഞു എന്താണ് നമ്മൾ ധരിക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അതേസമയത്ത് അതിനിടയിൽ ഒരു പുരുഷൻ കയറി എന്ന് പറയുന്നത് നല്ല പഴയതുപോലെ തന്നെ എല്ലാവരും പണ്ടത്തെ വേഷത്തിൽ നടന്നാൽ മതി എന്നയാളുടെ അഭിപ്രായം പറയുന്നുണ്ട്. ഈ ചുരിദാറിൻ്റെ പുറത്ത് മുണ്ട് മൂടുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ അല്ലാതെ തന്നെ ചുരിദാർ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ മറയ്ക്കുന്നതാണ്. അത്രയും മറയ്ക്കാത്ത വസ്ത്രങ്ങളാണ് പിന്നെ മുമ്പുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്കൊരു തമാശയ്ക്ക് വേണ്ടി പറയാം, 1920 വരെ സ്ത്രീകൾ മറയ്ക്കാതെ വേണം കയറേണ്ടതെന്നൊരു ഉത്തരവുണ്ടായിരുന്നു. അത് 1920 അത് മാറുന്നത്. അപ്പം അത് ഇനിയും വീണ്ടും കൊണ്ടുവരണമെന്ന് ഒരാൾ വാദിച്ചാലും നമുക്കൊന്നും പറയാനൊക്കില്ല. പക്ഷേ ചിത്രരഥ മഹാരാജാവിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഈ തന്ത്രിയുടെ ഭാഗമൊന്നും പറയുന്നില്ല. അപ്പം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവനും ഈ ഒരു കാര്യം, ഇത് മറ്റൊരു തന്ത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവിടെ എന്ത് നടക്കുന്നു, അതിനകത്തുനിന്ന് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല. ആളുകൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടുക്കണോ ഉടുക്കണ്ടേ, അതിൻ്റെ കാശെത്ര. അപ്പോൾ ഒരു വഴിയോരത്തിലിരുന്ന ഒരു പ്രായമായ സ്ത്രീ പറഞ്ഞു, അല്ലേ അത് വേണം, കാര്യം നമ്മളിതുകൊണ്ടാണ് ജീവിക്കുന്നത്. അവരതിൻ്റെ സത്യമായി പറഞ്ഞു. 40 രൂപയ്ക്ക് ഒരു മുണ്ട് കിട്ടുമ്പോൾ മുണ്ട് വാങ്ങിച്ചിട്ട് പോകും, അപ്പോൾ നമുക്ക് 40 രൂപ കിട്ടും, അത് നിലയിൽ നിൽക്കട്ടെ. അപ്പം ഈ വെദർ ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ ബിസിനസ് ലൈനാണോ അതോ ഡിവോട്ടീസിൻ്റെ ഇംഗിതം അനുസരിച്ചാണോ? ഇതൊക്കെ യോഗനിദ്രയിലുള്ള ഭഗവാൻ പറഞ്ഞതായിട്ടെങ്ങും പറയുന്നില്ല. ഭഗവാന്റെ ഓറക്കളായിട്ട് വരുന്നത് തന്ത്രിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. തന്ത്രി ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. തന്ത്രിക്ക് പൂജാതി കാര്യങ്ങളിൽ വല്ലതും പറയാനുണ്ടെങ്കിൽ ആവാം, പക്ഷേ ഒരാളിൻ്റെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാൻ ഒക്കുമോ? അപ്പം ചിലർ പറയും, നിങ്ങൾ ഓരോ തൊഴിലിനും ഓരോ വേഷമില്ലേ. ക്ഷേത്രത്തിൽ പോകുന്നത് തൊഴിലല്ല, പ്രാർത്ഥനയാണ്. അവിടെ നിങ്ങളുടെ വേദനകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അസ്വസ്ഥതകൾക്ക് ഒരു പരിഹാരം കാണാനുള്ള നിങ്ങളുടെ ഒരു അഭയസ്ഥാനമാണ്. അവിടെ ഇരിക്കുന്ന ആളുടെ എങ്ങനെയായിരുന്നാലും ആയിക്കോട്ടെ, നിങ്ങൾക്കും എങ്ങനെയും പോയി കാണാം. അവിടെ ഒരു കാര്യം, നാരായണഗുരുവിൻ്റെ ഒരു വാചകത്തിന് അവിടെ പ്രസക്തിയുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇതെന്നാണ് ഗുരു എഴുതി വെച്ചത്. എന്ന് വെച്ചാൽ അതിനിടയിൽ പുരോഹിതനില്ല, പുരോഹിതനെ മാറ്റുന്നു. ഈ പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിത വർഗം എന്ന് പറയുന്നത് പലപ്പോഴും പുരോഗതിക്ക് തടസ്സം ചെയ്യുന്നവരാണ്. ഈ തടസ്സം ഈ തടസ്സവും ഈ സാമ്പത്തിക ചോരണവും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ട്. കാര്യം CP രാമസ്വാമി അയ്യർ ഒറ്റ രാത്രി കൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാരെ മാറ്റിയത്. അതായത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിലെ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കുന്നതിനോട് യോജിക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞു. പലരും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വേണ്ട, നമ്മൾ വേറെ ആളിനെ കൊണ്ടുവന്നു കഴിഞ്ഞു. അങ്ങനെയാണ് പലരും തിരുനെൽവേലിയിൽ നിന്ന് പോലും ഇവിടെ വന്നത്. അവരൊക്കെ തന്ത്രിസ്ഥാനം കിട്ടുന്ന അങ്ങനെയാണ്. അത് ഏറ്റവും വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ വെട്ടുകാട് നാഗർക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രധാന പൂജാരി കാരണവരാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും ഇവിടെ ഒരു തന്ത്രസ്ഥാനവും ഇല്ല, ഞങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളുടെ പൂർവികരെ CP രാമസ്വാമിയർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒന്നും സംഭവിച്ചില്ല. ഇപ്പം CP രാമസ്വാമിയരെ പോലെ സമർത്ഥനായ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിന് മുമ്പ് ഇതൊക്കെ തീർന്നു. അപ്പം ഇവിടെ ആ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ ആര് തയ്യാറാകുന്നു അന്ന് ഇത് വരും. പിന്നെ ശബരിമലയിൽ ഇത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ അശ്രദ്ധയുണ്ട്, പിന്നെ അധികം ഭരണാധികാരികളുണ്ട്, അവരുടേതായ കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒക്കെ വയ്ക്കും. പക്ഷേ ആകെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ ചെയ്ത പ്രവൃത്തി മോഷണമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയാലും
അമ്പലത്തിന് ചേരുന്നതല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുപോലെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഇവിടെ ഉണ്ടോ? ഇല്ല. ക്ഷേത്രത്തിൽ വരുന്നോ? എന്തുകൊണ്ട്? അതിന് നിയമനിർമ്മാണം ആവശ്യമാണോ? ഇതൊക്കെയാണ് ചർച്ചാ വിഷയമാകേണ്ടത്. ഉടനെ നമ്മളിലുള്ള ഒരു വിഭാഗക്കാർ പൊതുവിൽ പറയും, പള്ളിക്കുണ്ടോ, മോസ്കിനുണ്ടോ, ഇതൊക്കെ ചോദിക്കും. ഈ മോസ്കിനും പള്ളിയും ചെയ്യുന്ന അപരാധങ്ങൾക്ക് ബാക്കിയുള്ളവരും അതുപോലെ കൂട്ടു നിൽക്കണമെന്ന് പറയുന്നതുകൊണ്ട് ന്യായീകരണമാകുമോ? എയുടെ ഭാര്യ പതിവ്രതയല്ല, അല്ല ബിയുടെ ഭാര്യയും പതിവ്രതയല്ല എന്ന് പറഞ്ഞാൽ എയുടെ ഭാര്യ പതിവ്രത അതുകൊണ്ട് ശരിയാവുമോ? ഈ ലോജിക്കാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ കോടതിയിൽ പോയി കോടതി തീരുമാനിച്ചതിന് പലതിനും, സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പലതിനും ഇന്നും അതിന് പരിഹാരം പൂർണ്ണമായും ചെയ്തിട്ടില്ല. അതിൽ ഒരു ഭാഗത്തിന് വേണ്ടി ഞാനൊരു കേസിനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ വിഗ്രഹത്തിൽ വന്ന തകരാറുകൾ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് 2017 സുപ്രീം കോടതി പറഞ്ഞു. ആ കാര്യങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോഴതിന് ഇങ്ങനെ ഓരോ തവണ അത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെയും മറ്റ് താല്പര്യം കൊണ്ട് മാത്രമാണ് അതിങ്ങനെ കുറച്ചെങ്കിലും മുമ്പോട്ട് പോകുന്നത്. കാരണം ഒരു ഭക്തൻ്റെ മനസ്സ് അദ്ദേഹത്തിനുണ്ട്, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ വളരെ കാര്യമായിട്ട് കോടതിയിലിരിക്കുന്ന ഒരു കാര്യമുണ്ട് പറയാനൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ മാത്രമല്ല വേറെ വക്കീലന്മാരെ ഹാജരാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊക്കെ വരുമ്പോഴും നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാര്യത്തിലാണ്. ഇതെന്തുകൊണ്ട് ഇതിനൊരു ഒരു ഒരു കൃത്യമായ രീതിയിൽ ഇതിനൊരു അടുക്കും ചിട്ടയും മറ്റൊന്ന് ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ശ്രീ ഭണ്ഡാരവക എന്ന് പറയുന്നത് പത്മനാഭൻ്റെ സ്വത്താണ്. അത് കൈവശം വെച്ചിരിക്കുന്നവരിൽ ആരും ഇന്ന് ഈ ഭൂമി തിരിച്ചു മേടിച്ചിട്ടില്ല. ഇല്ല. പത്മനാഭനെ ഒരു മൈനറായിട്ട് കാണുകയാണെങ്കിൽ, ഐഡലീസ് എ മൈനർ എന്ന് പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പോലും വയ്യ. കാരണം അതെല്ലാം എല്ലാവരും അപഹരിച്ചുകൊണ്ട് പോയി. ഈ അപഹരണത്തിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് പഠിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. അത് ഇന്നതൊക്കെ സറണ്ടർ ചെയ്യണമെന്ന് പണ്ട് അനന്തകൃഷ്ണൻ IASൻ്റെ ഒരു റിപ്പോർട്ട് വരെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഒരിക്കൽ ആ റിപ്പോർട്ട് കാണുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ളതാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂല്യം സ്വർണവും വെള്ളിയുമേ ഉള്ളൂ, വെങ്കലം വളരെ കുറവാണ്. അതുപോലെ പിന്നീട് വാർപ്പുകൾ അങ്ങനെയുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന നിധി എന്ന് പറയുന്നത് വലിയ ഒരു സുരക്ഷിതമായി വെച്ചിരിക്കുന്നതാണ്. ഇത് മറ്റൊരു ലോകത്തൊരു ക്ഷേത്രത്തിലും ഇല്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. കാരണം അവിടെ ക്ഷേത്ര സങ്കേതം അല്ലെങ്കിൽ ക്ഷേത്രത്തെ അവർ ഒരു സുരക്ഷിത താവളമാണാക്കിയത്. അതിന് തെളിവെന്ന് പറയുന്നത് നൈസാമിനെ കുറിച്ച് ഉള്ള ഒരു പുസ്തകമുണ്ട്. മൈസൂരിലെ അവര് നൈസാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിലാണ്. അവിടെയാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. അവിടെ 1888 തന്നെ ഇത്തരം നിധികൾ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് ആധികാരികതയോടുകൂടിയുള്ള റിപ്പോർട്ടുണ്ട്. ഇതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ആ പേജ് എടുക്കണം. ഇപ്പം ഇത് ഒരു വിദേശി എഴുതിയ പുസ്തകമാണല്ലോ. അതെ. ഇതിനെ ഈ അവിടുത്തെ സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില പരാമർശങ്ങൾ, വ്യക്തമായ പരാമർശമാണത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ലക്നൌവിലെന്ന് പുറപ്പെടുവിക്കുന്ന പത്രത്തിൽ വന്ന വാർത്തയാണ്. 1882 88 അത് നോക്കുക. 1880 ആണോ? അതെ അതെ, ലക്നൗ. അപ്പൊ ഇതിന്റെ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണ് സർ? ഇതിലെ ആശയമെന്ന് പറയുന്നത് രാജ്യത്ത് ഒടുങ്ങാത്ത ദാരിദ്ര്യം, അതായത് ഫാമിൻ വരുമ്പോഴും യുദ്ധം വരുമ്പോഴും രാജ്യത്തിന് വേണ്ടി ഈ നിധി ഉപയോഗപ്പെടുത്തണം, ജനങ്ങൾക്ക് വേണ്ടി. അതെ, എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം യുദ്ധത്തിന് നഷ്ടപ്പെടുന്ന ഭരണാധികാരിയും അതോടുകൂടി രാജ്യം അനാഥമാകുകയോ മറ്റൊരു ഭരണാധികാരിയുടെ കീഴിലാവുകയും ചെയ്യും. മറ്റേത് ഫാമിൻ എന്ന് പറയുന്നത് ജനത്തെ മുഴുവൻ ബാധിക്കുന്നു. അപ്പൊ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയാണ്, പട്ടിണി മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്
മതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇസ്ലാം മതവിശ്വാസികളാണ്. ഇത് എല്ലാ ഭരണാധികാരിയും സ്വന്തം ജനതയ്ക്ക് വേണ്ടി കാണേണ്ട കരുതലാണ്. ആ കരുതലിനെ നമ്മൾ മറ്റു തരത്തിൽ മഹത്വവൽക്കരിക്കേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. അതാണ് ചോദ്യം. അത് മഹത്വവൽക്കരിക്കേണ്ട കാര്യമല്ല. അല്ല. കാരണം ഇത് പിന്നെ എന്തുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായി എന്ന് ചോദിച്ചാൽ, ഏറ്റവും അവസാനം ആക്രമിക്കാൻ സാധ്യമാകുന്ന ഒരു സ്ഥലമെന്ന് ക്ഷേത്ര സങ്കേതം. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്.